ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ സ്വന്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒരു ഡെലിവറി പാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ദയവായിട്ട് കുറച്ച് ദിവസം കൊണ്ട് നീട്ടി തന്നേക്കണം, കാരണം ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഡെലിവറി പാക്കിങ് നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ എൻ്റെ ബാഗിൽ എന്താണ് വെക്കുന്നത് അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിച്ചിരിക്കുന്നത് റിസീവിങ് ടവലാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബേബിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം വാങ്ങിച്ചതാണ്. പിന്നെ ഒരു 2 ടവൽ എക്സ്ട്രാ നോർമലായിട്ടുള്ള ടവലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് മസ്ലിൻ്റെ 2 ടവൽ, 2 ടർക്കികളാണ് വാങ്ങിച്ചിട്ടുള്ളത്. രണ്ടും 2 ടൈപ്പാണ് കേട്ടോ. അതായത് ഒന്ന് ക്യാപ്പ് വരുന്ന ടൈപ്പും ഒന്ന് ക്യാപ്പ് ഇല്ലാത്ത ടൈപ്പും ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ മസ്ലിൻ ക്ലോത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളൊരു മെറ്റീരിയലാണ് മസ്ലിൻ എന്ന് പറയുന്നത് കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടായാലും തണുപ്പായാലും അവർക്ക് ഒരൊറ്റ ക്ലൈമറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് മസ്ലിൻ ക്ലോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ക്യാപ്പ് വരുന്ന മസ്ലിൻ്റെ ഒരു ടർക്കി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 2 ടൈപ്പ് ജബ്ലാസാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതായത് സൈഡിൽ കെട്ട് വരുന്നതും ഫ്രണ്ടിൽ ബട്ടൺ വരുന്നതായിട്ടുള്ള ജബ്ലാസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ കെട്ട് വരുമ്പോൾ നല്ല ഗ്യാപ്പ് ഫീൽ ചെയ്യാറുണ്ട്. അതായത് ആ ഒരു ഗ്യാപ്പ് വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എയർ കടക്കാലും കാറ്റ് കടന്നാലും നെഞ്ചത്ത് ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്ത് കൊണ്ട് തന്നെ ഞാൻ നെഞ്ചത്ത് കെട്ട് വരുന്ന ടൈപ്പ് വാങ്ങിച്ചില്ല. അതായത് ഫ്രണ്ട് കെട്ട് വരുന്നത് വാങ്ങിച്ചില്ല. ഫ്രണ്ടിൽ ബട്ടൺ ടൈപ്പും സൈഡിൽ കെട്ടും ബട്ടണും വരുന്ന ടൈപ്പാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഫ്രണ്ടിൽ കെട്ട് വരുന്ന ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കാറ്റടിച്ച് പെട്ടെന്ന് കഫക്കെട്ടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട് കെട്ടുള്ളത് വാങ്ങിക്കുന്നത്. ബട്ടൺ ആകുമ്പോൾ കുറച്ചും കൂടി അടങ്ങിയിരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് റോംബേഴ്സാണ്. അതായത് ഫുൾ റോംബറും വാങ്ങിച്ചിട്ടുണ്ട്, ഹാഫ് റോംബറും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി വലിയ സൈസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഇപ്പോൾ ഇടാൻ പറ്റുമെന്ന് അറിയില്ല. ഫസ്റ്റ് തന്നെ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഒരു 3 റോംബർ അതും ഞാൻ ബാഗിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ആവശ്യം ഉണ്ടായിട്ടല്ല, എന്നാലും ബേബിക്ക് വേണ്ടി വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ ഈ ഒരു ബാഗിൽ തന്നെ പാക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഒന്നിനും ഒരു കുറവ് എനിക്കിഷ്ടമല്ല. എനിക്ക് എല്ലാം കുറച്ച് കൂടുതൽ കാണിക്കണം എന്നുള്ളൊരു മനോഭാവമാണ് കേട്ടോ എനിക്ക്. ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഹാഫ് റോംബർ വലിയ ഇഷ്യൂ വരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഫുൾ റോംബറിൻ്റെ അത്ര സൈസ് എനിക്ക് ഈ ഹാഫ് റോംബറിന് ഫീൽ ചെയ്യുന്നില്ല. കാരണം കുറച്ചും കൂടി സൈസ് ചെറുതായിട്ടാണ് കേട്ടോ എനിക്ക് ഇത് തോന്നിയിട്ടുണ്ടായിരുന്നത് ഹാഫ് റോംബർ. അതും ഞാനൊരു 3 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആവശ്യാനുസരണം. പിന്നെ വാങ്ങിക്കാമല്ലോ എന്ന് വെച്ചിട്ട് നല്ല മെറ്റീരിയലാണ്, നല്ല ബ്രാൻഡഡ് മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഫേസ് ടവലാണ്. ഇതൊരു 8 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നതും. അതും ആവശ്യമുണ്ടെങ്കിൽ പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അത്ര തന്നെ വാങ്ങിച്ചുള്ളൂ. പിന്നെ നമ്മൾ വൈപ്സ്, ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനമാണ്. ലവ് ലാപ്പിൻ്റെ വൈപ്സാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ പാമ്പേഴ്സ്, ഇതൊരു ടാപ്ഡ് ടൈപ്പാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അതായത് മറ്റേ ട്രൗസർ ടൈപ്പ് അല്ല. ഇതാകുമ്പോൾ കുറച്ചും കൂടി ന്യൂ ബോൺസിന് ഒട്ടിക്കാൻ കുറച്ച് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്കും അതായിരിക്കും കുറച്ച് ബെറ്ററായിട്ട് തോന്നണമായിട്ട് എനിക്ക്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മിറ്റൻസ് ആൻഡ് ബൂട്ടീസാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. അതൊരു 4 സെറ്റ് ഞാൻ തൽക്കാലത്തേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല മെറ്റീരിയലിൻ്റെ സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഡ്രൈ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. മീമിയുടെ ഡ്രൈ ഷീറ്റാണ് അത്. ഒരു 2 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനത് ഒരെണ്ണമേ പെട്ടിയിലേക്ക് വെക്കുന്നുള്ളൂ. പിന്നെ ഒരു റാറ്റിൽ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ആവശ്യമില്ലെങ്കിലും ഞാനത് അതിലേക്ക് വെച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ന്യൂ മോമിൻ്റെ മറ്റേ പാഡ് ഉണ്ടല്ലോ, പാഡും ഫിക്സേറ്ററും കൂടിയാണ് ഞാനത് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അത് കുറച്ച് ബെറ്ററാണ് ഈ ഒരു ടൈമിലെന്നാണ് എൻ്റെ അഭിപ്രായം. സെക്ഷൻ ആണെങ്കിലും നോർമലാണെങ്കിലും ആ ഒരു സംഭവം ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഒരു വെള്ളം മുണ്ടും ഞാൻ എക്സ്ട്രാ കരുതിയിട്ടുണ്ട് കേട്ടോ. അത് വേണമെന്ന് നോർമലി എല്ലാ ഹോസ്പിറ്റലിലും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു വെള്ളം മുണ്ടും കരുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫീഡിങ് പില്ലോ, അത് എനിക്ക് അത്രയും അത്യാവശ്യമുള്ള സംഭവമാണ്. എനിക്ക് ഇരുന്ന് ഫീഡ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. ഞാൻ പൊന്നൂസിൻ്റെ ഇതിലിത് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ എനിക്കത് വേണം തോന്നിയിട്ട് ഞാനത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ്, ബേബിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ഇത്രയും സാധനങ്ങളാണ്. ഇതൊക്കെ ഞാൻ ഒരു ബാഗിലേക്കാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ബാഗ് പാക്കിംഗ് ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ട സാധനങ്ങൾ എടുത്ത് വെക്കാൻ കേട്ടോ. അപ്പം അത്യാവശ്യം ഒരു 3-4 ജോഡി ഡ്രസ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നോർമലി ഒരു 3 ദിവസമായിരിക്കുമല്ലോ കണക്കത് വിചാരിച്ചിട്ട് ഞാനത് എക്സ്ട്രാ ഒരു 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു എന്താ പറയുക ഇന്നറും ഞാനൊരു കവറിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യം കുളി കഴിഞ്ഞാൽ വേണ്ടതൊരു സംഭവമാണ് തോർത്ത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു തോർത്തും ഞാനത് എടുത്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്നും മറന്നു പോരുതല്ലോ
എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന പിറ്റേന്ന് തന്നെ ഈ ഒരു വീഡിയോ എടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ പൊന്നൂസിൻ്റെ ഡ്രസ്സുകൾ കുറച്ചധികം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം കുട്ടീനെ 2 നേരം ഡ്രസ്സ് എന്തായാലും മാറ്റേണ്ടി വരും. എന്തായാലും ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന പ്രായമല്ലല്ലോ, എന്തായാലും കിടന്ന് നിരങ്ങലായിരിക്കുമല്ലോ. അത് കാരണം വൈകുന്നേരം മേൽ കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് 2 ജോഡി ഒരു ദിവസത്തേക്ക് കണക്കാക്കിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പൊന്നൂസിൻ്റെ ഒരു ടവലും എടുത്ത് വെച്ചിട്ടുണ്ട് തോർത്താനായിട്ട്. പിന്നെ ആൾക്ക് പുതക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് വേണ്ടി മാത്രം ഞാനൊരു ബ്ലാങ്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബാഗിൽ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കാനുള്ളൊരു സോപ്പ്, 2 ഫേസ് വാഷ്. ഇങ്ങനെ ഓയിലി സ്കിൻ ആയത് കാരണം ഇങ്ങനെ ഫേസ് വാഷ് ഞാൻ ഏത് നേരവും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് അത്യാവശ്യം വേണ്ട മേക്കപ്പ് സാധനങ്ങൾ, അത് ഒഴിച്ച് മാറ്റാനേ പറ്റാറില്ല. ലിപ്സ്റ്റിക്ക് എൻ്റെ മെയിൻ സാധനമാണ് കേട്ടോ. പിന്നെ ഈ 2 ബുഷ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 വശത്തിന് മുടി കെട്ടാൻ പറഞ്ഞാൽ അങ്ങനെ കെട്ടാലോ എന്ന് വെച്ചിട്ട്. പിന്നെ ഒരു ചീപ്പും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ളൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നൂസിൻ്റെ ബോഡി വാഷാണ്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രഷ് ചെയ്യാനായിട്ട് ബ്രഷും കോൾഗേറ്റും ടങ് ക്ലീനറും അതും ഞാൻ ഇതിനൊപ്പം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ തന്നെയാണല്ലോ ഗൈസ്. പിന്നെ ഒരു ഫ്ലാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, ചായ വാങ്ങിക്കാനോ എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ. പിന്നെ സ്റ്റീലിൻ്റെ ഒരു 3 ഗ്ലാസ്, സ്പൂണ്, പ്ലേറ്റ്, അങ്ങനെ സംഭവങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ യൂസ് ചെയ്യാനായിട്ടൊരു ചെരുപ്പും കൂടി ഇതിൻ്റെ ഒപ്പം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബാഗ് പാക്കിങ്ങിൽ വരുന്ന ഐറ്റംസ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നൊരു തട്ടിക്കൂട്ട് വീഡിയോ സെറ്റ് ചെയ്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും അത്യാവശ്യം ഉപകാരപ്പെട്ടു എന്നും വിചാരിക്കുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.